ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. പക്ഷേ ഓവനിലൊക്കെ ചെയ്യുന്ന സമയത്താണ് മേൽഭാഗമൊക്കെ നല്ല ബ്രൗൺ കളറിൽ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. പക്ഷേ നമ്മളിവരെ ഓവനിലല്ല ചെയ്തെടുക്കുന്നത്. ഓവൻ ഇപ്പോൾ എല്ലാവരുടെ കയ്യിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഓവൻ ഇല്ലാത്തവർക്കും നമുക്ക് സാധാരണ ബേക്ക് ചെയ്യുന്ന പോലെ രീതിയിലാണ് ഞാൻ ഇവിടെ ഇത് ബേക്ക് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കണ്ടു നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള അത്ര ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈ നട്ട്സും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. എത്രത്തോളം യൂസ് ചെയ്യുന്നോ അത്രത്തോളം ടേസ്റ്റി ആയിരിക്കും. ഞാനിവിടെ 1/4 കപ്പ് ചെറിയും അതുപോലെ 1/2 കപ്പ് ഈത്തപ്പഴവും അതുപോലെ തന്നെ 1/4 കപ്പ് നല്ല കറുത്ത ഉണക്കമുന്തിരി ഉണ്ടാവുമല്ലോ അതും എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ബദാം ചോപ്പ് ചെയ്തതാണ്. അപ്പോൾ ബദാമോ പിസ്തയോ അണ്ടിപ്പരിപ്പോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് സോക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് ഓറഞ്ച് ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. മുന്തിരി ജ്യൂസൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കാം. അതൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ നമ്മളിവിടെ സോക്ക് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് സോക്ക് ചെയ്തെടുക്കാം. എന്നാലും ടേസ്റ്റിന് വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. അരമണിക്കൂർ തന്നെ സോക്ക് ചെയ്താൽ തന്നെ ധാരാളമാണ്. അപ്പോൾ അതെല്ലാം കൂടെ അതിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കാം. ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ കയ്യിലില്ലാന്ന് നേരത്തെ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ. അരമണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു കാരമലൈസ് ഷുഗർ തയ്യാറാക്കി എടുക്കണം. നമ്മളിതിലേക്ക് നട്ട്സ് ഇപ്പോൾ ചേർക്കുന്നില്ല. നട്ട്സ് പിന്നീട് നമ്മൾ ബാറ്ററിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ കാരമലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് കാരമലൈസ് ചെയ്തെടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്. കരിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കരിഞ്ഞു പോയാലും നമ്മുടെ ഇതിൻ്റെ പ്ലം കേക്കിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ കരിയാതെ നല്ല മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് കാരമലൈസ് ചെയ്തെടുക്കണം. ചെറിയൊരു ബ്രൗൺ കളറായി വരുമ്പോൾ തന്നെ നമുക്കത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കരിയാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും കേട്ടോ. കരിഞ്ഞൊരു ടേസ്റ്റ് വരും. അപ്പോൾ അത് പ്രത്യേകം തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിങ്ങനെ അലിഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് ചെറിയൊരു ബ്രൗൺ കളറാണ് സമയത്ത് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഇപ്പോൾ 1/2 കപ്പ് പഞ്ചസാര അല്ലേ, ആ 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് നമ്മൾ 1 കപ്പ് നല്ല തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത്രയും മതി. ഈ ഒരു കളറായാൽ മതി. ഇതിൽ കൂടുതലാകണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാരല്ല 1 കപ്പ് നല്ല തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് ഒഴിച്ച് കൊടുത്ത ശേഷം നന്നായിട്ട് തിളപ്പിച്ച് അത് ഇപ്പോൾ 1 കപ്പ് വെള്ളം ഉള്ളത് വറ്റിച്ചിട്ട് 1/2 കപ്പ് വെള്ളം വരെ ആക്കിയെടുക്കണം നമുക്ക്. ആ ഒരു സിറപ്പ് ടോട്ടലായിട്ട് നമുക്ക് 1/2 കപ്പ് കിട്ടുന്ന രീതിയിൽ അതുവരെ നമുക്കിത് വറ്റിച്ചെടുക്കണം. ഇതിൽ കിടന്നിട്ട് തിളപ്പിച്ച് അങ്ങനെ വറ്റിച്ചെടുക്കാം. അങ്ങനെ 1/2 കപ്പ് ആക്കിയിട്ട് മാറ്റി വെച്ചിട്ട് അത് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. ഈ ഒരു സമയം വരെ നമുക്ക് ആ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചാൽ മതി. അത്രയും മതി കേട്ടോ. ഇതൊന്ന് തണുത്ത് വരുന്ന ആ ഒരു സമയം വരെ ഡ്രൈ ഫ്രൂട്ട്സും സോക്ക് ചെയ്യാനായിട്ട് വെച്ചാൽ മതി. അതാണ് അതിൻ്റെ ഒരു ടൈമായിട്ട് ഞാൻ ഫിക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത്രയും വെച്ചാൽ മതി. അപ്പോൾ ഇതിപ്പോൾ 1/2 കപ്പൊക്കെ ഏകദേശം ആയി വരുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്കുള്ള പഞ്ചസാര ഞാനൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പഞ്ചസാര പൊടിച്ചെടുക്കുമ്പോൾ ഞാൻ ചെയ്യുന്നത് ഞാനിവിടെ 1/4 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് പൊടിച്ച് വരുമ്പോൾ ഒരു 1/2 കപ്പ് പഞ്ചസാരയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതുണ്ടെങ്കിൽ അത് നേരിട്ട് എടുത്താലും മതി. അതിലേക്ക് ഞാൻ ചെറിയൊരു ജാതിക്ക ഉണ്ടല്ലോ അത് പൊടിച്ചത് എടുക്കുന്നുണ്ട്. പൊടിക്കാൻ വേണ്ടി അതിലേക്ക് ഇട്ടു ചെറിയൊരു പീസാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കൂടി പോവേണ്ട, അതൊക്കെ ചെറിയൊരു പീസ് മതി. അപ്പോൾ അതിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി. പിന്നെ 2 ഗ്രാമ്പൂ, അതൊന്നും കൂടി പോകരുത്, 2 എണ്ണം മതി. 2 ഗ്രാമ്പ് ഇട്ട് കൊടുക്കുക. അതുപോലെ ചെറിയൊരു പീസ് പട്ട. അപ്പോൾ ഈ പട്ടയുടെ പൊടിയൊക്കെ വാങ്ങിക്കാനൊക്കെ കിട്ടും. അതുണ്ടെങ്കിൽ അതൊരു 1/2 ടീസ്പൂൺ എല്ലാം പൊടിയാണെങ്കിൽ എല്ലാം 1/2 ടീസ്പൂൺ വീതം എടുത്താൽ മതി കേട്ടോ. ഇനി ഈ സമയത്ത് തന്നെ 2 ഏലക്ക കൂടെ ചേർക്കണം. ഞാൻ അപ്പോൾ ചേർക്കാൻ മറന്നുപോയതാണ്. ഏലക്കായുടെ പൊടി ഉണ്ടെങ്കിൽ അത് 1/2 ടീസ്പൂൺ ചേർത്താലും മതി. അതും ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതിൻ്റെ കൂടെ പൊടിച്ചെടുത്താൽ പഞ്ചസാരയുടെ കൂടെ പൊടിച്ചെടുത്താൽ ഇതൊക്കെ നന്നായിട്ട് തന്നെ ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാരയുടെ കൂടെ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പൊടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ അതിൻ്റെ പൊടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ പഞ്ചസാരയുടെ കൂടെ പൊടിച്ചെടുത്തിട്ടുള്ളത്. നമുക്ക് ബേക്കിംഗ് ട്രേ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് 8 ഇഞ്ചിൻ്റെ പാനാണ് കേട്ടോ, ട്രേ ആണ് കേട്ടോ. അതിലേക്കാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം.
അരിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് മൈദയിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. നമ്മളിവിടെ സാധാരണ നമ്മൾ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കോൺഫ്ലോർ ചേർക്കാറുണ്ടല്ലേ, പക്ഷേ നമ്മൾ ഇതിലേക്ക് കോൺഫ്ലോർ ചേർക്കുന്നില്ല. ഇതിൻ്റെ സ്ട്രക്ചർ വേറെയാണ്, നമ്മുടെ സാധാരണ കേക്കിനെ പോലെയല്ല പ്ലം കേക്കിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അത് കോൺഫ്ലോർ ചേർക്കുന്നില്ല കേട്ടോ. ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഞാൻ ഈ ഒരു സമയത്താണ് മറ്റേത് പട്ടയുടെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ നേരത്തെ പറഞ്ഞത്, ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ നേരത്തെ അത് റെഡിയാക്കിയത് കൊണ്ട് തന്നെ ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ അത് കമ്പൈൻ ആവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ 3 തവണ അരിച്ചെടുക്കുകയോ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഈ മെഷർമെൻറ്റ് കറക്റ്റ് 1 kg പ്ലം കേക്കിൻ്റെ മെഷർമെൻ്റ് ആണ് കേട്ടോ. ഇത് നമ്മൾ ഉണ്ടാക്കി വരുന്ന സമയത്ത് അളന്ന് തൂക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് 1 kg മെഷർമെൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് 1/2 kg പ്ലം കേക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്താൽ മതി. ഇതിൻ്റെയൊക്കെ ഇൻഗ്രീഡിയൻസ് ഞാൻ കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. സംശയം ഉണ്ടെങ്കിൽ അവിടെ നോക്കിയാലും മതി. ഇനി നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുക്കാം. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുക്കാം. 3 മുട്ടയാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത്. മുട്ടയിലും വെള്ളം ഉണ്ടാകാൻ പാടില്ല, ബൗളിലും വെള്ളം ഉണ്ടാകാൻ പാടില്ല, ഒരു തുള്ളി വെള്ളത്തിൻ്റെ അംശം എവിടെ ഉണ്ടാകാൻ പാടില്ല. എന്നാലേ കറക്റ്റായിട്ട് മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്ലഫി ആയിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് മുട്ട ചേർത്ത് കൊടുത്ത ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് ബീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയും അതുപോലെ സ്പൈസസൊക്കെ ഉള്ള മിക്സ് ഉണ്ടല്ലോ, അത് കുറേശ്ശെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് വേണം ബീറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അത് പൊടിച്ചെടുത്ത് 1/2 കപ്പ് ഉണ്ടാവും, കറക്റ്റ് 1/2 കപ്പ് തന്നെയാണ് കേട്ടോ അത് പൊടിച്ചെടുത്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല ഫ്ലഫി ആവുന്ന വരെ ബീറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ല ഫ്ലഫി ആയിട്ട് വരണം, എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതാ ഇതുപോലെ കളറൊക്കെ ചേഞ്ചായി നല്ല ഫ്ലഫി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു 5-6 മിനിറ്റ് ബീറ്റ് ചെയ്യുമ്പോഴേക്ക് 5 മിനിറ്റ് തന്നെ മതിയാവും കേട്ടോ. അപ്പോഴേക്ക് ഇതുപോലെ ഫ്ലഫി ആയിട്ട് വരും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള കാരമലൈസ് ചെയ്തിട്ടുള്ള ഷുഗർ സിറപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ 1/2 കപ്പായിട്ട് ചുരുക്കി എടുക്കണം, അങ്ങനെ 1/2 കപ്പായിട്ട് ചുരുക്കി എടുത്തിട്ടുള്ളതാണ്. അത് 1/2 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഓയിലാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത ശേഷം നമ്മളിതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ ആണെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുത്താൽ മതി. അത് മെൽറ്റ് ചെയ്തിട്ട് ഒന്ന് തണുത്ത ശേഷം 1/2 കപ്പ് ബട്ടർ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലോട് ചേർത്തിട്ട് ജസ്റ്റ് ലോ സ്പീഡിലിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ അതിന് മുന്നായിട്ട് 1 ടീസ്പൂൺ നമ്മൾ ഓറഞ്ചിൻ്റെ തൊലി ഉണ്ടല്ലോ, ആ വൈറ്റ് ഭാഗം പെടാതെ ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതൊക്കെയാണ് ഇതിൻ്റെ ടേസ്റ്റ് മെയിനായിട്ട് മുന്നിൽ നിൽക്കുക. അപ്പോൾ 1 ടീസ്പൂൺ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ അതാ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ടിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം. സ്പീഡിൽ ഫോൾഡ് ചെയ്തെടുക്കരുത് കേട്ടോ, വളരെ സ്ലോലി ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഞാൻ വീഡിയോ കുറച്ച് ഫാസ്റ്റ് ആക്കിയതാണ്, മെല്ലെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിതാ നമ്മുടെ ബാറ്റർ ഇവിടെ എല്ലാം ഫോൾഡ് ചെയ്തെടുത്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിലുള്ള ഓറഞ്ച് ജ്യൂസ് ഇതിലേക്ക് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ ആ ഡ്രൈ ഫ്രൂട്ട്സ് മാത്രം ഇതിലേക്ക് അതിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇട്ട് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ അരിപ്പ് വെച്ചിട്ട് അരിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി, അത് മാത്രം എടുത്തിട്ട് ഇട്ട് കൊടുത്താലും മതി. പിന്നെ ഈ ഒരു ഓറഞ്ച് ജ്യൂസിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് മുഴുവനല്ല, 2 ടേബിൾ സ്പൂൺ മാത്രമേ ഓറഞ്ച് ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നട്ട്സ് അതും ഇതിലേക്ക് ചേർത്തിട്ട് നമുക്കിതൊന്ന് മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കാം. ഓവർ മിക്സ് ചെയ്യരുത്, മെല്ലെ അങ്ങ് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. എല്ലാ ഭാഗത്തേക്കും നട്ട്സും അതുപോലെ ഓറഞ്ച് ജ്യൂസും എത്തുന്ന രീതിയിൽ മെല്ലെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ചെയ്തെടുത്ത് നമ്മളെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള 8 ഇഞ്ചിൻ്റെ മോൾഡിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരു സ്ക്യൂർ ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുക, അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് 2-3-4 തവണ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്താൽ പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2-3-4 തവണ ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഏതിലാണോ ബേക്ക് ചെയ്യുന്നത് അത് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഓവണിലാണെങ്കിൽ ഓവൺ പ്രീ ഹീറ്റ് ചെയ്യുക, പാനിലാണെന്നുണ്ടെങ്കിൽ പാന് പ്രീ ഹീറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കണം. പിന്നെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇത് ഓവനിലാണെന്നുണ്ടെങ്കിൽ 150 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 40 മുതൽ 45 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓവനിലല്ല ചെയ്യുന്നത്, നമ്മളിവിടെ സാധാരണ വീട്ടിലൊക്കെ ഉള്ള ഒരു പാത്രം ഉണ്ടാവുമല്ലോ, അലുമിനിയത്തിൻ്റെ പാത്രം, അതിലാണിത് ബേക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. അതിന് ശേഷമാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. പിന്നെ അതിൽ വെച്ചതിന് ശേഷം നമുക്ക് ആദ്യത്തെ 2 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. പിന്നെ അത് ലോ ടു മീഡിയത്തിൻ്റെയും ലോയുടെയും ഇടയിലായിട്ട് ഇട്ട് കൊടുക്കാം, പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ തീ അങ്ങനെ ഇട്ട് കൊടുക്കുക. 2 മിനിറ്റ് മാത്രം ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം എനിക്കിവിടെ ടൈമായി ഇത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ടൈം എടുത്തിട്ടുള്ളത് 50 മിനിറ്റാണ് കേട്ടോ. അപ്പോൾ 50 അത് ചിലപ്പോൾ 40-45 മിനിറ്റിനുള്ളിൽ തന്നെ ബേക്കായി കിട്ടും. ഓരോരുത്തരുടെയും ഫ്ലെയിമിനനുസരിച്ച് ഇത് ഡിഫറൻസ് വരും. അപ്പോൾ എനിക്കിവിടെ 50 മിനിറ്റാണ് ടൈം എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്തെടുക്കുക. 50 മിനിറ്റിന് ശേഷം ഇത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ അത് ബേക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കുത്തി നോക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്ക് ചെയ്ത്. ഇത് നന്നായിട്ട് തണുത്ത ശേഷം മാത്രം നമുക്കിത് എടുത്താൽ മതി. അപ്പോൾ അത് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇത് ഉണ്ടാക്കി വെച്ച് പിറ്റേ ദിവസമൊക്കെ കഴിക്കാനായിട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അന്നെ കഴിക്കില്ലാറെ ടേസ്റ്റ് പിറ്റേ ദിവസമൊക്കെ കഴിക്കാനാണ്. ഞാനിപ്പോൾ ഇത് തണുത്ത ശേഷം ഇതിൽ നിന്ന് ഡീമോൾഡ് ചെയ്തെടുക്കുകയാണ്. നമുക്ക് ക്രിസ്മസിനൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ക്രിസ്മസ് ഒക്കെ വരാനായല്ലോ അല്ലേ, ക്രിസ്മസിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സൂപ്പർ പെർഫെക്റ്റ് റെസിപ്പിയാണ്. ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കുക. അതുപോലെ ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതിൽ നിന്ന് എടുത്തിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. മേൽഭാഗം കൂടെ പെർഫെക്റ്റ് ആയിട്ട് ആ പ്ലം കേക്കിൻ്റെ കളർ വരണമെന്നുണ്ടെങ്കിൽ ഓവനിൽ തന്നെ ബേക്ക് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ പാനിൽ ചെയ്യുമ്പോൾ എന്തായാലും ആ ഒരു കളർ കിട്ടില്ല, എന്നാലും ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. ഞാനത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ പ്ലം കേക്ക് വാങ്ങിക്കുന്ന സമയത്ത് ആൽക്കഹോളിക് കണ്ടൻറ്റൊക്കെ അടങ്ങിയിട്ടുള്ള പ്ലം കേക്ക് ആയിരിക്കും നമുക്ക് വാങ്ങിക്കാൻ കിട്ടുക. ഇത് അങ്ങനെയൊന്നുമല്ല, നമുക്ക് വീട്ടിൽ എപ്പോഴും എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പിയാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിൽ റമ്മിൻ്റെ എസെൻസൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇതിൽ വീട്ടിലുണ്ടാക്കുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.